ഇന്നതാ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ആദ്യം ഞാനിത് കണ്ടപ്പോൾ ഓറഞ്ചാണെന്നാണ് കരുതിയത്. പിന്നെയാണ് പാഷൻ ഫ്രൂട്ടാണ് എന്ന് മനസ്സിലായത് കേട്ടോ. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഒരു മഞ്ഞ കളർ, ലൈറ്റ് മഞ്ഞ പച്ച കളർ, അതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ടാണല്ലോ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇത് വേറെ രാജ്യത്തുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റിലും മാറ്റമുണ്ട്. ഇത് നല്ല മധുരമാണ്. അതുപോലെ നമ്മളെ ഈ നാട്ടിലുള്ള പോലെ ഒരു പുളിമധുരമായിട്ടുള്ള അല്ല കേട്ടോ. കണ്ടോ, ഇത് പെട്ടെന്ന് അങ്ങനെ നമ്മളെ കൈ വെച്ച് അങ്ങോട്ട് ആക്കിയാൽ പോലും മുറിഞ്ഞു പോകും. അത്രയും തൊലി കട്ടിയില്ലാതെ ഒരു പാഷൻ ഫ്രൂട്ടാണ്. ഇത് നമുക്ക് ജ്യൂസൊക്കെ ആക്കി കുടിക്കാൻ വേണ്ടി പറ്റും. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ക്വാണ്ടിറ്റിയും കൂടുതലായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഞ്ചസാര അധികം ഇടാതെ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അത്രയും നല്ല മധുരമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. പുളിയേ ഇല്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പക്ഷേ എനിക്കിത് കഴിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് നമ്മളെ നാട്ടിലുള്ള ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എനിക്കൊരു നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് അത്രയും ക്വാണ്ടിറ്റിയാണ് അതിലുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ ഇങ്ങനെ കട്ടായിട്ട് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് വേർപ്പെടുത്തിയിട്ട് ഫുള്ളങ്ങനെ അതിലിങ്ങനെ അലിയിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുക്കും. നിങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് ട്രൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല മധുരാട്ടോ. ഇത് പുളിയൊന്നുമില്ല നമ്മളെ വീട്ടിലത്തെ. ഇതൊന്നും ഞങ്ങൾ കുടിക്കലാണ്. അച്ഛനൊക്കെ കുടിക്കലുണ്ട്. ഒന്നും അങ്ങനെ അറിയാം നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഇത് മധുരമായ കുടിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റുന്നതാണ്. നല്ല ജ്യൂസാക്കി ഞാൻ കുടിക്കുകയാണ്.